ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റി പറയുന്നു. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ദൈത്യന്മാരുടെ പരമമായ ഗുരുവാണ്, അസുരന്മാരുടെ ആചാര്യനാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴമാണ്, അസുരന്മാരുടെ ആചാര്യനാകുന്നു ശുക്രൻ. അതാണ് വ്യാഴവും ശുക്രനും തമ്മിലെ വ്യത്യാസം. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയും പ്രദാനം ചെയ്യും. വീട്, ആഡംബരം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, സ്ത്രീ സുഖം, തൗര്യത്രികം, പാട്ട്, സംഗീതോപകരണങ്ങൾ, നൃത്തം, എന്തൊക്കെയാണ് ഭൗതിക സുഖങ്ങൾ. വലിയ വീട്, ബംഗ്ലാവ് ഉണ്ടാക്കുക, ജീവിതം സുഖിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രയാണമാണ്. ശുക്രൻ ഇതാ മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ നിൽക്കുന്നു. നീച സ്ഥിതി എവിടെയാണ്? കന്നി 27-ാം തീയതി. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രം മൂലക്ഷേത്രം തുലാം, സ്വക്ഷേത്രം എവിടെയാണ്? ഇടവത്തിലാകും. ശുക്രനെ കൊണ്ടാണ് നാം എല്ലാം ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് ലോട്ടറി ലഭിക്കുമോ? ക്രയവിക്രയ കുശലഹ, വാങ്ങലും കൊടുക്കലും കച്ചവടം ഒക്കെ ചിന്തിക്കുമ്പോൾ ബുധൻ്റെയും ശുക്രനും യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ശുക്രനും ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണെന്ന് അറിയുക. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കാരകത്വമാണ് ശുക്രൻ. വാങ്ങലും കൊടുക്കലും, ഭൗതികമായ സുഖങ്ങൾ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ശുക്രൻ സ്വന്തം ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചു? മാർച്ച് മാസം 1-ാം തീയതി പ്രവേശിച്ചു. കുംഭം 17-ന് പ്രവേശിച്ചു കഴിഞ്ഞു. അതിന് എത്ര ദിവസമുണ്ട്? 25 ദിനങ്ങളാണ് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. മാർച്ച് 1-ന് അദ്ദേഹം മീനൻ രാശിയിലേക്ക് വന്നു. മാർച്ച് 25-ന് ശുക്രൻ മേടൻ രാശിയിലേക്ക് പോകും. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. കേന്ദ്രസ്ഥനായി ഉച്ചരാശിയിൽ നിൽക്കുന്നു. നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ശുക്രൻ. അവിചാരിതമായി ലോട്ടറിയിലൊക്കെ ഉണ്ടാകും. ഗ്യാംബ്ലിങ്ങുമായി ബന്ധപ്പെടുന്ന പെട്ടെന്ന് ചില ധനസമാഹരണങ്ങൾ, ധനം ലഭിക്കുക. വാക്പതിയാണ്, വാക്കുകൊണ്ട് രക്ഷപ്പെടാം. പ്രവാചകർക്ക്, പ്രചാരകന്മാർക്കൊക്കെ വിദേശത്ത് പോയി കാശുണ്ടാക്കാം. ബ്രോക്കർമാർക്ക് ഭൂമി വിറ്റ് കാശുണ്ടാക്കാം. പലപ്പോഴും മിഡിൽ മാനായി നിന്ന് പല നടക്കാൻ കഴിയാത്ത ദൗത്യങ്ങളും തന്നെ വാക്കുകൊണ്ട്, തൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് ഏർപ്പെടുത്തി കാശ് ധാരാളം സമ്പാദിക്കാം കന്നി രാശിക്കാർ. അത്ര ശക്തമാണ്. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. ഒരു പ്രയാസമില്ല. പുതിയൊരു പ്രണയത്തിൽപ്പെടും. ഭാര്യ കലഹിക്കാതെ നോക്കിയാൽ മതി. പ്രിയ കലഹ അസ്തഗതേ സുരദേപ്സു എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. പ്രിയ കലഹ, ഭാര്യയുമായിട്ട് കലഹിക്കും. എന്തുകൊണ്ടാണ് കലഹിക്കുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇവിടെ ശുക്രൻ വിവാഹകാരകനാണ്. വിവാഹകാരകനായ ഗ്രഹം ആ ഭാവത്തിൽ, വിവാഹഭാവത്തിൽ വന്നാൽ ദോഷമാണ്. സന്താനങ്ങളെ പറ്റി ചിന്തിക്കേണ്ടുന്ന വ്യാഴം, പുത്രകാരകനായ വ്യാഴം സന്താനഭാവമായ 5-ൽ വന്നാൽ സന്താനങ്ങൾക്ക് ദോഷമാണ്. അപ്രകാരം പിതൃകാരകനായ സൂര്യൻ, അച്ഛനെ ചിന്തിക്കേണ്ടത് സൂര്യൻ പിതൃഭാവമായ 9-ാം ഭാവത്തിൽ വന്നാൽ അച്ഛന് നാശമാണ്. അപ്രകാരം ഭാര്യാനാശം, ഭാര്യാസുഖം കുറയുക, സ്വസ്ഥത കുറയുക, കലഹിക്കുന്നൊരു ഫലമുണ്ട്. പക്ഷെ നല്ല ഭാര്യയെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 ശുക്രൻ ലഭിക്കുമ്പോൾ കളത്രേ കളത്ര സുഗന്ധോ കളത്ര കളത്രം ദുശുക്തേ ഭവേത് രത്നഗർഭം. രത്നഗർഭത്തോടു കൂടിയ ഭാര്യയെ ലഭിക്കും. മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ നോക്കണം. പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് നിർബന്ധമായും പുരുഷന്മാർ ശ്രദ്ധിക്കണം. പെട്ടെന്ന് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരും, ഒരു സംശയവുമില്ല. കാരണം അവിടെ രോഗാധിപനായ ശനിയോടുകൂടിയാണ് നിൽക്കുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ ഫൈബ്രോയിഡിന് ബുദ്ധിമുട്ട് വരും. ഗർഭാശയത്തിൽ മുഴകളും കുരുക്കളും വരും. യൂട്രസിനെ ശ്രദ്ധിക്കണം. ആരോഗ്യവിഷയം വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ഭാഗ്യാധിപൻ ഉച്ചസ്ഥനാണ്. പൂർവികമായ സ്വത്ത് ലഭിക്കുക, അത് വിൽക്കുക. അപ്രകാരം ധാരാളം ധനപരമായ ഡീൽ നടക്കാൻ ഈ 25 ദിവസം വളരെ അനുകൂലമാണെന്ന് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. നിർബന്ധമായും ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ ഇല്ലാതിരിക്കുക. ദാമ്പത്യ മുട്ടറക്കൽ ചെയ്യണം. ഐക്യമത്യ അർച്ചന ചെയ്യണം.
സുന്ദരിമായ കാമിനിമാരുടെ വിലാസങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചമത്കാരി ചിന്താമണിയുടെ പൂർവ്വഭാഗത്തിൽ. വിലാസാധികോ ഗണ്യതേജ പ്രവാസി, വിലാസത്തിൻ്റെ ആധിക്യമുണ്ടാകും. പ്രയാസാൽപക കേന മുഖ്യന്തി തസ്മാത്, ഇദ്ദേഹത്തെ ആരാണ് ആഗ്രഹിക്കാത്തത്? ദേവസ്ത്രീ പോലും ഇദ്ദേഹത്തെ ആഗ്രഹിക്കും. അതിനാൽ നല്ല സമൃദ്ധമായ സെക്സ് ചെയ്യാനും തനിക്കിഷ്ടപ്പെട്ട ഇണയെ പങ്കാളിയെ കണ്ടുപിടിക്കാനൊക്കെ വളരെ നല്ലതാണ്. ദാമ്പത്യത്തിൽ കലഹമില്ലാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ചുറ്റിക്കളിയൊക്കെ ആകാം, പക്ഷെ വലിയ പ്രയാസങ്ങൾ വരാതെ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവം വരാതെ നോക്കുക. കന്നിരാശിക്കാരാണ്, പെട്ടെന്ന് ആളുകളെ ആകർഷിക്കാൻ കഴിയും. നന്ദി, നമസ്തേ.